നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നാം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം: 7 വർഷത്തേക്ക്. അത് 6-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: മിദ്യാൻകാരെ ഭയന്ന് ഇസ്രായേൽ ജനം എന്തൊക്കെയാണ് നിർമ്മിച്ചത്? ഉത്തരം: പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും. അത് 6-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: യോവാഷ് ഏതു വംശജനായിരുന്നു? ഉത്തരം: അബിയേസർ. അത് 6-ാം അധ്യായം 11-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: യോവാഷിന്റെ പുത്രൻ ആരാണ്? ഉത്തരം: ഗിദയോൻ. അത് 6-ാം അധ്യായം 11-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. അത് ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കർത്താവിന്റെ ദൂതൻ ഗിദയോനോട് പറഞ്ഞു. അത് 6-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: ഒറ്റയാൾ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. കർത്താവ് ഇത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ഗിദയോനോട്. അത് 6-ാം അധ്യായം 16-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് എവിടെ വയ്ക്കാനാണ് ഗിദയോനോട് ദേവദൂതൻ പറഞ്ഞത്? ഉത്തരം: ഈ പാറമേൽ വയ്ക്കുക എന്നാണ് പറഞ്ഞത്. അത് 6-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഇത് കർത്താവ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ഗിദയോനോട്. അത് 6-ാം അധ്യായം 23-ാം വാക്യത്തിനാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ഗിദയോൻ കർത്താവിന് പണിത ബലിപീഠത്തിന്റെ പേരെന്ത്? ഉത്തരം: യാഹ്വേ ഷലോം. അത് 6-ാം അധ്യായം 24-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: യാഹ്വേ ഷലോം ഇന്ന് എവിടെയാണുള്ളത്? ഉത്തരം: അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. അത് 6-ാം അധ്യായം 24-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്